ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു ബോൺസായി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബ്രസീലിയൻ ട്രെയിനറിയാണ്. ഇത് കണ്ടായത് നമ്മുടെ ഫസ്റ്റ് ബ്രാഞ്ച് വരുന്നവരെ നല്ല ഗ്രോത്തും ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് മെലിഞ്ഞ് ഒരു ഗ്രോത്ത് കുറവായിട്ട് കുറേ ബ്രാഞ്ചസൊക്കെ ശരിക്കും ഉണങ്ങി വരെ പോയിട്ടുണ്ട്. എന്നാൽ ഈ ഭാഗം നല്ല ഗ്രോത്തുമാണ്. ഈ രണ്ട് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ നല്ല കംബ്രല്ല പോലെ ആവുന്നുണ്ട്. നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഞാൻ കുറേ പ്രൂൺ ചെയ്ത് നടന്നിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ വെച്ച് കട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു അംബ്രല്ല ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ട്രങ്കിന് നല്ല സൈസ് വരാൻ വേണ്ടിയിട്ട് താഴത്തെ ബ്രാഞ്ച് ഒരു ബോട്ടം ഭാഗത്തിന് വണ്ണം വെക്കാൻ വേണ്ടി തന്നെയാണ് അത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഈ രണ്ട് ബ്രാഞ്ച് അതിന് തൊട്ട് മുകളിലത്തെ ലെഫ്റ്റിലെ ബ്രാഞ്ച് ബാക്കിലോട്ടുള്ള ബ്രാഞ്ചും കട്ട് ചെയ്ത് ഒഴിവാക്കാൻ തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. അത് കട്ട് ചെയ്തു. ഇനിയും ഈ ഒരു പീസ് കൂടെ കട്ട് ചെയ്യാം. ഇതാ ഈ തൊട്ട് മുകളിൽ കാണുന്നതൊക്കെ ഉണങ്ങിയതാണ് കേട്ടോ. നമ്മളിപ്പം കട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ഒരു ബ്രാഞ്ചൊക്കെ അത്യാവശ്യം ഉണങ്ങി നിൽക്കുന്നതാണ്. ചെറിയ ഗ്രീനറിയൊക്കെ ഉണ്ട് കേട്ടോ, ഫുള്ളായിട്ട് ഉണങ്ങി പോയിട്ടൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് കോൺകേവ് വെച്ചിട്ടൊന്ന് കർവ് ചെയ്തെടുക്കാം. ഈ ഒരു ബ്രാഞ്ച് നമുക്ക് ഒഴിവാക്കാം. കോൺകേവിൽ കിട്ടുന്നില്ല, നമുക്ക് കുറച്ച് വലിയ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇതും ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഇടയ്ക്ക് ഈ ബ്രാഞ്ചിൻ്റെ ഒരു ബ്രാഞ്ച് ഫുള്ളായിട്ട് നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിന് നമുക്കൊന്ന് നല്ല രീതിയിൽ വളവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രങ്കിന് വണ്ണം വയ്ക്കുകയുള്ളൂ. കാരണം നമ്മൾ താഴത്തെ അതിന് ഗ്രോത്ത് കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ മാത്രം ഈ വളർന്നുകൊണ്ടിരിക്കും. മുകളിലോട്ടുള്ളത് ഇത്തിരി ഭയങ്കര സ്ലോ ഗ്രോത്താണ്. വളരില്ല എന്നല്ല, ഭയങ്കര സ്ലോ ഗ്രോത്താണ്. അപ്പോൾ നമുക്കിനി ഒന്ന് നല്ല വളവ് കൊടുത്ത് കുറച്ച് നാൾ വയ്ക്കാം. ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് എന്തായാലും ഒരു 2-3 months കഴിഞ്ഞിട്ടിടാം കേട്ടോ. താങ്ക് യു.